സൗദി ഫാമിലി പെർമനന്റ് വിസ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് മെയിനായിട്ട് വേണ്ടത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഷെയർ കൂടെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം വിസക്ക്. അതിന് എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇസ്തിഖ്ദാം വഴി നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അപ്പോസ്റ്റൽ ചെയ്തിരിക്കണം. ഓക്കെ, രണ്ട് നിങ്ങളെ കമ്പനിയിൽ നിന്ന് ഒരു NOC ലെറ്റർ വേണം. പിന്നെ നിങ്ങളെ സാലറി സർട്ടിഫിക്കറ്റ്, ഗോസി സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇസ്തിഖ്ദാമിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കമ്പനിയിൽ നിന്ന് സീൽ മേടിക്കണം. ഓക്കെ, അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങളെ വൈഫിനാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, കുട്ടികൾക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിൽ പേരില്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്പോസ്റ്റൽ ചെയ്യണം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നേരെ അപ്ഷെയർ കയറിയിട്ട് ഇസ്തിഖ്ദാമിൽ അപ്പോയിൻമെന്റ് എടുക്കുക. വിസന്റെ ഫീ 2000 റിയാൽ. ഒരു ഫാമിലിക്ക് കിട്ടും, ഒരാൾക്കല്ല, ഒരു ഫാമിലിക്ക് 2000 റിയാൽ പേയ്മെന്റ് ചെയ്യുക. ഇസ്തിഖ്ദാമിൽ പോവുക, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാം. വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു യെല്ലോ പേപ്പർ കിട്ടും വിസ ഇഷ്യൂ ആയതിന്റെ. ആ യെല്ലോ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 10 ഡേയ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നാട്ടിൽ VFSൽ അപ്പോയിൻമെന്റ് എടുക്കുക. നാട്ടിൽ VFSൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വൈഫിന് എന്ത് ചെയ്യണം, മെഡിക്കൽ എടുക്കണം. കുട്ടികൾക്കാണെങ്കിൽ പോളിയോന്റെ സർട്ടിഫിക്കറ്റ് വേണം, അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സൗദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവർക്ക് ബോർഡർ നമ്പർ ഉണ്ടാവും. ആ ബോർഡർ നമ്പറിൽ നിങ്ങളെ കമ്പനി കൊടുത്തിട്ട് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുക. ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ലെവി ഉണ്ടാവും. അതായത് സ്പോൺസർ ഇക്കാമ എത്ര വാലിഡിറ്റി ഉണ്ടോ അത്രയും ലെവി അടക്കണം. ഫസ്റ്റിലെ 3 മന്ത് ഫ്രീ ആയിരിക്കും, അടക്കണ്ട. 3 മന്ത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര വാലിഡിറ്റി എത്ര മന്ത് ഉണ്ടോ അത്രയും നിങ്ങൾ ലെവി അടക്കുക. ലെവി അടച്ചതിന് ശേഷം നേരെ അപ്ഷെയർ പോവുക, ഇക്കാമ ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുക.